ഒരുപാട് അറിവുകളൊക്കെ കിട്ടിയെന്ന് ധരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ നമ്മളെ സ്വാധീനിക്കുന്ന പല അറിവുകളും പരസ്യങ്ങളാണ്. മാർക്കറ്റിൻ്റെ തന്ത്രങ്ങളിലാണ് നമ്മൾ പോയി വീഴുന്നത്. നമ്മുടെ ജീവിതത്തെ നമുക്ക് രൂപപ്പെടുത്താൻ കഴിയുന്നില്ല. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ജീവിതം നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നില്ല. പകരം മാർക്കറ്റ് കൺസ്ട്രക്റ്റ് ചെയ്യുന്ന ഒരു ജീവിതത്തിന് നമ്മൾ അടിമയായി തീരുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഒരു സന്തോഷമോ സമാധാനമോ നമുക്ക് ഒരിക്കലും ആസ്വദിക്കാനായിട്ട് കഴിയില്ല. പലപ്പോഴും ഒരു ഈഗോയുടെ പുറകിന് നമ്മൾ ഓടുകയാണ്. നമ്മുടെ ആന്തരികമായ ആവശ്യങ്ങളെയൊക്കെ തിരസ്കരിച്ചുകൊണ്ടുള്ള ഈ ഓട്ടം വലിയ അപകടത്തിലേക്കാണ്. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. ദിസ് ഇസ് എൻ ഏജ് ഓഫ് ഇൻഫർമേഷൻ ഓർ അറ്റൻഷൻ ഡെഫിഷ്യൻസി എന്നൊരു മഹാനായ ഒരു മനുഷ്യൻ ചോദിച്ചിട്ടുണ്ട്. പലപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇൻഫർമേഷൻ ഒരുപാടുണ്ട്, നോളജ് ഒരുപാടുണ്ട്, ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാവുന്നൊരു കാലഘട്ടമാണ്, ഗൂഗിളിലെല്ലാം ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ പോലും അടിസ്ഥാനപരമായി മനുഷ്യൻ മനസ്സിലാക്കുന്നതൊക്കെ ശരിയായ അറിവുകൾ തന്നെയാണോ, അതോ ഈ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന കച്ചവടത്തിന് വേണ്ടി മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഫാക്ട്സും ഫിഗേഴ്സും ഒക്കെയാണോ നമുക്ക് കിട്ടുന്നത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഒരു ചെറുപ്പക്കാരനുമായിട്ട് വർത്തമാനം പറയായിരുന്നു. അദ്ദേഹം യു കെയിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ഞാൻ പുള്ളിയോട് 2-3 കാര്യങ്ങൾ യു കെയിലേക്ക് പോകുന്ന ആയതുകൊണ്ട് ഞാൻ ചോദിച്ചു. ഒന്ന്, അവിടെ ഇപ്പോൾ പഠിക്കാൻ പോകുന്ന ഈ കോഴ്സ് ഏതാണ്? അപ്പോൾ പുള്ളി പറഞ്ഞു, കോഴ്സിൻ്റെ പേര് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈ കോഴ്സ് പഠിച്ചാൽ അവിടെ ജോലി കിട്ടുമെന്നുള്ള കാര്യത്തിൽ നല്ല നിശ്ചയമുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് ജോലി കിട്ടുമെന്നാണ് എല്ലാവരും പറയുന്നത്. വ്യക്തമായി അതിനെപ്പറ്റി ഒരു സ്റ്റഡിയും ആ ചെറുപ്പക്കാരൻ നടത്തിയിട്ടില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അവിടെ പഠിച്ചു കഴിഞ്ഞാൽ എത്ര കാലം സ്റ്റേ ബാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ പുള്ളിക്ക് ഉറപ്പില്ല. PR കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. പുള്ളിക്ക് വരുന്ന എക്സ്പെൻസിനെ കുറിച്ച് പോലും പുള്ളിക്ക് കൃത്യമായൊരു അറിവില്ല. അപ്പോൾ പലപ്പോഴും നമ്മൾ ഏത് കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോഴും ശരിയായ രീതിയിലുള്ള അറിവുകൾ പലപ്പോഴും നമ്മൾ കണ്ടെത്തുന്നില്ല എന്നുള്ളത്. അറിവ് അവിടെ ഉള്ളത് കൊണ്ട്, അറിവെല്ലാം ഷെൽഫിലിരുന്നത് കൊണ്ട് കാര്യമില്ല. നമ്മൾ ഓരോ കാര്യത്തിനും ഇറങ്ങുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള അറിവുണ്ടോ? അതുപോലെ തന്നെ ഒരു ചെറുപ്പക്കാരനുമായിട്ട് ഈ അടുത്തിടയിൽ സംസാരിച്ചു. അദ്ദേഹം ഒരു ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് തുടങ്ങാനായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഒരാളാണ്. ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചത്, ഈ ഡിസ്ട്രിബ്യൂഷനിൽ മാർക്കറ്റിൽ സാധാരണയായി എത്ര ദിവസത്തെ ക്രെഡിറ്റാണ് കൊടുക്കുന്നത്? പുള്ളി അതിനെപ്പറ്റി സ്റ്റഡി ചെയ്തിട്ടേ ഇല്ല. എനിക്ക് വളരെ അതിശയം തോന്നി. കാരണം പുള്ളി ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ ക്രെഡിറ്റ് സെൻറ്റേർഡ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണ് ഈ ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത് എന്ന് ഒരു ജനറൽ ഐഡിയ എനിക്കുള്ളത് കൊണ്ട് ഞാൻ ഈ പർട്ടിക്കുലർ പ്രോഡക്റ്റിൽ എങ്ങനെയാണ്. അപ്പോൾ ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, സാറേ 15 ദിവസമാണ് ക്രെഡിറ്റ് കൊടുക്കുന്നത്, പക്ഷേ നമുക്ക് മാർക്കറ്റ് പിടിക്കണമെന്നുണ്ടെങ്കിൽ 30 ദിവസം കൊടുത്താലേ പറ്റുള്ളൂ എന്നാണ് ആൾക്കാർ പറയുന്നത്. അപ്പോൾ അവിടെ തന്നെ പുള്ളിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് തകിടം മറിയുമോ എന്നുള്ളത് ആ ചോദ്യത്തിൽ നിന്ന് തന്നെ പുള്ളി ഉത്തരം കണ്ടെത്തിയപ്പോൾ തന്നെ പുള്ളിക്ക് തന്നെ മനസ്സിലാകുകയാണ്. പലപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് വ്യക്തമായ ഇപ്പോൾ ഉത്തരങ്ങളോ അല്ലെ വ്യക്തമായ അറിവോ ആഴത്തിലുള്ള മനസ്സിലാക്കലോ ഒന്നും നടത്താതെയാണ് പല കാര്യങ്ങൾക്കും നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നത്. ഇത് കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ പേരൻസിനാണെങ്കിലും, ഒരു തൊഴിൽ തിരഞ്ഞെടുക്കുന്ന, വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കുന്ന, ജീവിതം തിരഞ്ഞെടുക്കുന്നിടത്തെല്ലാം ഈ പ്രശ്നമുണ്ട്. പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കൊരു അറ്റൻഷൻ ഇല്ല. പല കാര്യത്തിൻ്റെ ഒന്ന് സ്വസ്ഥമായിട്ടിരുന്ന് ആലോചിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അതിന് അനുവദിക്കാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇങ്ങനൊരു ഇൻഫർമേഷൻ ഓവർഫ്ലഡ് ചെയ്ത് വരുമ്പോൾ പലപ്പോഴും നമുക്കൊരു അറ്റൻഷൻ കൊടുക്കാനോ ശ്രദ്ധ കേന്ദ്രീകരിച്ചൊരു കാര്യം പഠിക്കാനോ മനസ്സിലാക്കാനോ കഴിയുന്നില്ല. ഒരുപക്ഷെ മാർക്കറ്റിൻ്റെ തന്ത്രം അത് തന്നെയാണ്, കച്ചവടങ്ങളുടെ തന്ത്രം അത് തന്നെയാണ്. നിങ്ങളൊന്ന് ശരിയായി മനസ്സിലാക്കാതിരുന്നാൽ മാത്രമേ ഇവിടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് വിൽക്കാനായിട്ട് പറ്റുള്ളൂ. വെൽ സ്റ്റഡീഡായിട്ടും വെൽ ഡിസിപ്ലിൻഡായിട്ടും വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുമുള്ള ഒരു വ്യക്തിയെ പലപ്പോഴും ഒരു സാധനം വിറ്റ് അയാളെ ഒരു കസ്റ്റമറാക്കി എടുക്കാൻ ഇച്ചിരി പ്രയാസമായിരിക്കും. പ്രത്യേകിച്ച് റോങ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളും സർവീസുകളും വളരെ ബഹുലമായിരിക്കുന്ന ഒരു മാർക്കറ്റിൽ. ഇതാണ് ഇവിടുത്തെ ഒരു വലിയ പ്രശ്നം. അത് മതങ്ങളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്, ഇതെല്ലാം ഇപ്പം വിദ്യാർത്ഥികൾ പല രാഷ്ട്രീയത്തിലും ഇറങ്ങുന്നു. ഒരു രാഷ്ട്രീയപരമായ കാര്യങ്ങളും മനസ്സിലാക്കാതെ അവിടെ ചെല്ലുമ്പോൾ അവിടെ ആൾക്കൂട്ടം ഏത് സൈഡിലാണ് അങ്ങോട്ടങ്ങ് പോവുകയാണ്. ഇതാണ് അവൻ്റെ രാഷ്ട്രീയം. എന്നിട്ട് ഈ രാഷ്ട്രീയമാണ് ഇവൻ മുമ്പോട്ട് വയ്ക്കുന്നത്. ഇതുപോലെ തന്നെയാണ് മതത്തിനും പ്രത്യേകിച്ച് കാര്യകാരണങ്ങളൊന്നും അന്വേഷിക്കുന്നില്ല, അതിലെ തെറ്റ് ശരിയൊന്നും അന്വേഷിക്കുന്നില്ല, ആരും റിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നില്ല. എന്താചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അങ്ങനെ തന്നെ പകർത്തിക്കൊണ്ടങ്ങ് പോവാണ്. അപ്പോൾ ഒന്ന് ചിന്തിക്കാൻ,
അതുപോലെ തന്നെ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യാൻ, ഒരു അറ്റൻഷൻ കൊടുക്കാനൊന്നും പറ്റാത്തൊരു കാലഘട്ടത്തിൽ മനുഷ്യൻ പോകുന്നു. ഇത് തന്നെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളാണ്. കാരണം ഇന്ന് കുടുംബജീവിതങ്ങളൊക്കെ തകരുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊരു അറ്റൻഷൻ, ഒരു കാര്യത്തിന് വേണ്ടി ഒരു അറ്റൻഷൻ കൊടുക്കാനോ, ഏതെങ്കിലും ഒരു കാര്യം സാവധാനം ചെയ്യാനോ, ഒരു കാര്യം ആസ്വദിച്ച് ചെയ്യാനോ ഒന്നും നമുക്ക് സമയമില്ല. നമുക്ക് കുട്ടികളോടൊപ്പം സമയം ചിലവഴിക്കാനില്ല, കുടുംബപരമായിട്ടിരുന്ന് ഒരുമിച്ച് ആഹാരം കഴിക്കാൻ സമയമില്ല. ഒന്ന് യാത്ര ചെയ്യുമ്പോൾ പോലും നമുക്ക് ആ യാത്ര ചെയ്യുന്ന സമയം, കുടുംബമായിട്ട് യാത്ര ചെയ്യുമ്പോൾ മറ്റു കാര്യങ്ങളിൽ നിന്നെല്ലാം ഒന്ന് വിട്ടു നിന്നുകൊണ്ട് യാത്ര ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. നമ്മൾ ജോലി ചെയ്യുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ അതിനകത്ത് കൊണ്ട് ഇട്ട് കുഴയ്ക്കുന്നു, വീട്ടിൽ വരുമ്പോൾ ജോലിയുടെ കാര്യങ്ങൾ ഇട്ട് കുഴയ്ക്കുന്നു. ആർക്കും ഒരു സമാധാനമില്ല. ഇനി ചെറുപ്പക്കാരെയൊക്കെ എടുത്താൽ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ആ ജോലി അങ്ങോട്ട് തൃപ്തിയില്ല. ഗൾഫിൽ പോയാൽ എന്ത് കിട്ടും, UK പോയാൽ എന്ത് കിട്ടും, കാനഡയിൽ പോയാൽ എന്ത് കിട്ടും, ഇങ്ങനെ ആവലാതികളും പ്രശ്നങ്ങളും അവരെ ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഒരിടത്തും ഒന്ന് സെറ്റിലാവാനോ, ഒരിടത്തും ഒന്ന് പിന്നെ ലേൺ ചെയ്യാനോ, ഒരിടത്തും ഒന്ന് എക്സ്പേർട്ട് ആവാനോ ഒന്നും പറ്റുന്നില്ല. കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആരും ഒരു പ്രൊഫഷണൽ ആകുന്നില്ല, കോമ്പീറ്റൻ്റ് ആവുന്നില്ല, എക്സലൻ്റ് ആവുന്നില്ല. എല്ലാവരും എന്തൊക്കെയോ ആണ്, പക്ഷെ ഒന്നും ആവുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കാനായിട്ട് പോയപ്പോൾ അവിടെ ഒരു പ്രത്യേകമായ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് വന്നിരിക്കുന്ന വിദ്യാർത്ഥികളാണ്. പക്ഷേ ആ കുട്ടികളിൽ ഒരു പകുതി പേർക്ക് പോലും മുഖത്തൊരു സന്തോഷമോ ഒരു തൃപ്തിയോ അല്ലെങ്കിൽ ഒരു 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 സംതൃപ്തിയോടുകൂടി അതിൽ പങ്കെടുക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഇപ്പോൾ ഈ ഒരു ക്ലാസ്സിന് ശേഷമുള്ള ടോക്കിലൊക്കെ പല കുട്ടികളും സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് എന്തൊക്കെയോ കേട്ടു, എന്തൊക്കെയോ മനസ്സിലാക്കി ഇങ്ങനെ വന്നിരിക്കുകയാണ്. അവർക്ക് ഇതിനെപ്പറ്റിയൊന്നും യാതൊരു വ്യക്തതയില്ല. ഇതാണ് ഒരു മനുഷ്യൻ ഒരു രംഗത്തും വിജയിക്കാത്തതിൻ്റെ കാരണം. നമുക്ക് എവിടെ വിജയിക്കണമെങ്കിലും വലിയ കസേരകൾ പിടിക്കുന്നതിലോ വലിയ സ്ഥാനമാനങ്ങൾ നേടുന്നതിലോ ഒന്നുമല്ല. നമ്മൾ എന്ത് ചെയ്താലും അത് ആസ്വദിച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഞാൻ 26 വർഷമായിട്ട് ഒരേ കാര്യം തന്നെ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ആ ചെയ്യുന്ന കാര്യങ്ങൾ ഓരോ ദിവസവും അതിൽ പുതുമകൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ചോദിച്ചു, എങ്ങനെ അറിയപ്പെടാനാണ് ആഗ്രഹം? ഒരു ഗുരുനാഥനായി അറിയപ്പെടാനാണ് ആഗ്രഹം. ഒരു സമൂഹത്തിനെ പഠിപ്പിച്ച ഒരു ഗുരുനാഥൻ, അല്ലെങ്കിൽ സമൂഹത്തിന് എന്തെങ്കിലും ഒരു വെളിച്ചത്തിലേക്ക് അവരെ നയിച്ച ഒരു ഗുരുവായി അറിയപ്പെടുക. അത് വലുതാണോ ചെറുതാണോ എന്നുള്ളത് എന്നെ സംബന്ധിച്ചൊരു വിഷയമല്ല. അത് എന്നെ സംബന്ധിച്ച് എൻ്റെ കാഴ്ചപ്പാടാണ്. ലോകത്ത് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ലോകത്ത് വലിയ നേട്ടങ്ങളൊക്കെ നേടാം, ലോകത്ത് കുറേ അവാർഡുകളും അച്ചീവ്മെൻറ്റുകളും ഒക്കെ നേടാം. പക്ഷേ അതൊന്നും നമ്മളെ സ്വാധീനിക്കാതിരിക്കുന്നതിൻ്റെ കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ അതീവമായ പാഷനുള്ളതുകൊണ്ടും, ചെയ്യുന്ന കാര്യങ്ങളെ അതീവമായി സ്നേഹിക്കുന്നതുകൊണ്ടും, ചെയ്യുന്ന കാര്യങ്ങളെ ആസ്വദിക്കുന്നതുകൊണ്ടും, അതിലൂടെ മറ്റുള്ളവർക്ക് ആശ്വാസവും സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആ ഫീഡ്ബാക്ക് നമ്മൾ എൻജോയ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ടാണ്. നേരെ മറിച്ച് നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ അങ്ങോട്ട് പോയാൽ അതിനേക്കാൾ കൂടുതൽ കിട്ടും, ഇങ്ങോട്ട് പോയാൽ ഇതിനേക്കാൾ കൂടുതൽ കിട്ടും, വേറൊരു കാര്യം ചെയ്താൽ അവാർഡ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓടി ഇറങ്ങുമ്പോൾ, നേട്ടങ്ങൾ കൊയ്യാമെന്നുള്ള ധാരണയിൽ നമ്മൾ പോകുമ്പോൾ അത് വലിയ കോട്ടമായിട്ടാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ഇൻഫർമേഷൻ്റെ കാലഘട്ടമാണോ, ഇതൊരു ഡിസ്ട്രാക്ഷൻ്റെ കാലഘട്ടമാണോ എന്ന് ഓരോ മനുഷ്യനും തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഒരു ജീവിതമാർഗത്തിന് വേണ്ടി മാത്രം ഓടാനായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരല്ല. സ്റ്റുഡൻസിനോടൊക്കെ ഞാൻ പറയാറുണ്ട്, നിങ്ങളൊരു പഠിക്കാൻ മാത്രമുള്ളൊരു മെഷീനൊന്നും അല്ല. അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന ആൾക്കാരും ജോലി ചെയ്ത് മരിക്കാനായിട്ടുള്ളൊരു മെഷീനൊന്നും അല്ല. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ജീവിതം ആസ്വദിക്കാനാണ്. നമുക്കൊരു ലിവിങ് ഉണ്ട്, ലൈഫില്ല എന്ന് പറയുന്ന ഒരു ട്രാജഡിയാണ്. പലപ്പോഴും നമ്മൾ നമ്മുടെ ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്യാൻ, ഈ ഈഗോ എന്ന് പറയുന്നത് നമുക്ക് മറ്റുള്ളവരെ കാണിക്കാൻ പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. ഈ ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് നമ്മൾ വലിയ കാർ വാങ്ങിക്കാനും വലിയ ഡിഗ്രികൾ നേടാനും വലിയ പൊസിഷൻസ് നേടാനും ഒക്കെ ഓടുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആ സൗന്ദര്യത്തെ, ആന്തരികമായ ആവശ്യത്തെ, ആന്തരികമായ സൗന്ദര്യത്തെയൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുകയാണ്. ഞാൻ ആരാണെന്നും എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പർപ്പസ് എന്താണെന്നും വളരെ അറ്റൻഷനോടുകൂടി വളരെ റിലാക്സ്ഡ് ആയിട്ടിരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യനും വേണ്ടത് ഈ ലോകത്ത് വളരെ സുലഭമായി ലഭിക്കും. അതിനുള്ള സ്പേസ് ഇവിടെയുണ്ട്. ആരുമായിട്ടൊരു കോമ്പറ്റീഷൻ പോലും വേണ്ട. ഞാനെപ്പോഴും കുട്ടികളോട്, ചെറുപ്പക്കാരോടൊക്കെ പറയുന്നൊരു കാര്യമാണ്, ദെയർ ഇസ് നോ കോമ്പറ്റീഷൻ ഇൻ ദ വേൾഡ്. വാട്ട് വി നീഡ് ടു ഡെവലപ്പ് ഈസ് എ കോമ്പീറ്റൻസി. നമ്മൾ എന്തിലാണോ ഇറങ്ങിത്തിരിക്കുന്നത് അതിനുള്ളൊരു കോമ്പീറ്റൻസി നമുക്കുണ്ടെങ്കിൽ ആ രംഗത്തെ ഏറ്റവും മികച്ച ഒരാളായിട്ട് നമുക്ക് നിലനിൽക്കാൻ സാധിക്കും. അതിനുവേണ്ടി ആരോടും നമ്മൾ മത്സരിക്കാൻ ഇറങ്ങിത്തിരിക്കേണ്ട കാര്യമില്ല. കോമ്പീറ്റൻസി എന്ന് പറയുന്ന ഒരു ഇൻറ്റേർണൽ ബിൽഡിംഗ് ആണ്. നാൾക്ക് നാൾ നമ്മുടെ മൂർച്ചയെ കൂടുതൽ കൂട്ടിക്കൊണ്ടുവരുന്നൊരു പ്രക്രിയയാണ്. കോമ്പറ്റീഷൻ എന്ന് പറയുന്ന മറ്റാരോടോ പോയി മത്സരിക്കലാണ്. ഇതിലേതാണ് നമുക്ക് വേണ്ടതെന്ന് തിരിച്ചറിയണം. ഈ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഒരു കോമ്പറ്റീഷനില്ല. കോമ്പറ്റീഷൻ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഈ ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോഴാണ്. ഈ ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള യാത്രയാണ് നമ്മുടെ ജീവിത ദുരന്തങ്ങൾക്കെല്ലാം കാരണം. നമ്മുടെ
പേരൻറ്റിങ്ങിലെ പ്രശ്നമാണെങ്കിലും നമ്മുടെ വിദ്യാഭ്യാസത്തിലെ പ്രശ്നമാണെങ്കിലും നമ്മളുടെ തൊഴിൽ രംഗത്തെ പ്രശ്നമാണെങ്കിലും കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളാണെങ്കിലും എല്ലാം ഇത് തന്നെയാണ്. റിട്ടയർ ചെയ്തിട്ട് പോലും സമാധാനത്തോടു കൂടി ജീവിക്കാൻ പലർക്കും കഴിയുന്നില്ല. ചിലരുടെ കയ്യിലൊക്കെ ഒരുപാട് സാമ്പത്തികമായ സ്രോതസ് ഉണ്ടെങ്കിൽ പോലും ദേ ആർ നോട്ട് ഹാപ്പി. എന്താണ് കാര്യമെന്ന് ചോദിച്ചാൽ അന്നേരവും നമ്മൾ ഏതെങ്കിലുമൊക്കെ കോമ്പറ്റീഷൻ്റെ പുറകിനാണ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പിന്നെയും നേടാനുള്ള ഓട്ടമാണ്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് നിർത്തിയിട്ട് സ്വയം ആസ്വദിക്കാനും കുറച്ചുകൂടെ ഒന്ന് റിലാക്സ് ചെയ്യാനും ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാനും ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ കഴിക്കാനും ഇഷ്ടമുള്ളവരോടൊപ്പം സമയം ചെലവഴിക്കാനും ഇഷ്ടമുള്ള സ്ഥലങ്ങളൊക്കെ യാത്ര ചെയ്ത് കാണാനും ഒക്കെ ആയിട്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് സ്വസ്ഥമാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ലിവിങ് മാത്രമല്ല ഒരു ലൈഫും ഉണ്ടാവും. ആ ലൈഫ്, ചൂസ് ലൈഫ്, അതാണ് ഏറ്റവും പ്രധാനം.